ചില മൊബൈലിൻ്റെ റിംഗിങ് ടൂൺ കേട്ടിട്ടുണ്ടോ? വല്ലാത്തൊരു അലോസരമായിരിക്കും കേൾക്കാൻ. എന്നാൽ ഐഫോണിൻ്റെയൊക്കെ റിംഗിങ് ടൂൺ എന്ത് രസമാണ് കേൾക്കാൻ. ഇങ്ങനെയുള്ള റിംഗിങ് ടൂൺ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ റിംഗിങ് ടൂൺ മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല നല്ല വാൾപേപ്പറുകളും നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള റിംഗ് ടൂണുകൾ, നമുക്കിഷ്ടമുള്ള വാൾപേപ്പറുകൾ, അതൊക്കെ നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡ് മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം അലോ എന്നിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഇൻഡോ മാർക്ക് ഉണ്ട്. ജസ്റ്റ് ആ ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിവിടെ വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ വീഡിയോ വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ റിംഗിങ് ടൂൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട്. നമുക്ക് റിംഗിങ് ടൂൺ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ റിംഗിങ് ടൂൺസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള റിംഗിങ് ടൂണൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ iPhone 15 റിംഗിങ് ടൂൺ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് ടാപ്പ് ചെയ്യാം. നല്ല ക്ലാരിറ്റിയോടുള്ള നല്ല ഒറിജിനൽ റിംഗിങ് ടൂൺ തന്നെയാണ് ഇത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡൗൺലോഡിൻ്റെ ഈ ഒരു ചിഹ്നമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് റിംഗിങ് ടൂൺ, നമുക്ക് ഡയറക്റ്റ് റിംഗിങ് ടൂൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സേവ് ഗാലറി, നമുക്ക് ഗാലറിയിലേക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കോൺടാക്റ്റിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അലാറത്തിൻ്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ടൂണായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സേവ് ടു മീഡിയ ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. അതിപ്പോൾ സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാനിവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാണ്. ഓഡിയോ എന്ന ഭാഗത്ത് ആ റിംഗിങ് ടൂൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള റിംഗിങ് ടൂണുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മൊബൈലിൽ സേവ് ചെയ്യാൻ സാധിക്കും. പർച്ചേസിങ്ങിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വാൾപേപ്പർ ഒന്ന് നോക്കാം. ഇവിടെ കാറ്റഗറി ബേസിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഹോം എന്ന ഭാഗത്താണ് ഉള്ളത്. അവിടെ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ ഐഫോണിൻ്റെ റിംഗിങ് ടൂണും മറ്റുള്ള കാര്യങ്ങളും അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇവിടെ കാറ്റഗറീസ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ തന്നെ ആനിമൽ സൗണ്ട്, അതുപോലെ തന്നെ ട്രെൻഡിങ് സൗണ്ട്, അങ്ങനെയുള്ള ക്ലാസിക്കൽ സൗണ്ട്, അങ്ങനെ ഒരുപാട് റിംഗിങ് ടൂണുകൾ നമുക്കുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഹോം എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ നമുക്ക് ഒന്ന് പോകാം. ഇവിടെ 3 ലൈൻസിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ വാൾപേപ്പേഴ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഒരുപാട് നല്ല നല്ല വാൾപേപ്പറുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. എന്ത് മനോഹരമാണ് ഓരോ വാൾപേപ്പറും കാണാൻ. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഒരു സംഭവം തന്നെ ആയിരിക്കും. നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയുള്ള വാൾപേപ്പറുകളും ഇവിടെ ആ ഡൗൺലോഡിൻ്റെ ചിഹ്നം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.